ആദ്യം തന്നെ എല്ലാവരുടെയും സോറി പറയുന്നു. കാരണം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇന്നത്തേക്ക് ഒരു ദിവസം ആയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഫുള്ളും പവർ കട്ടായിരുന്നു. അതാണ് കാരണം. എന്നിട്ട് രാത്രി 12 മണിക്കാണ് കറണ്ട് വന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനും ഈ ഒരു മാസം ഇടവിടാതെ വീഡിയോ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്ക് അതിന് സാധിച്ചില്ല. ഒരു ദിവസം ഗ്യാപ്പ് ഇടാണ്ടി വന്നു. എന്ത് ചെയ്യാൻ? കറണ്ടല്ലേ. എന്നിട്ട് രാത്രിയാണ് കറണ്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് സോറി പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു ദിവസം വീഡിയോ ഇടാത്തത്. പിന്നെ പോസ്റ്റ് ഇടാത്തത് എനിക്ക് ഫോണിൽ നെറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് പോസ്റ്റ് ഇടാത്തത്. അല്ലെങ്കിൽ പോസ്റ്റ് ഇടുമായിരുന്നു. വൈഫൈ ഉണ്ടെങ്കിലേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസം മുമ്പേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ജിമെയിൽ ഐ ഡി പാസ്വേഡ് ജിമെയിൽ ഐ ഡി ലീക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്കിങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും എന്നിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. എന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു അത്. ആ വീഡിയോയിൽ ഞാൻ അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് വീഡിയോ കാണാത്തവരാണെങ്കിൽ പോയി കണ്ടു നോക്കുക. ആ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു, അത് വളരെ നല്ല വീഡിയോ ആണ്, അവർക്ക് ഉപകാരപ്പെട്ടു, താങ്ക് യു എന്നൊക്കെ കമൻറ്റ് ചെയ്തിരുന്നു. യൂട്യൂബിലും കമൻറ്റ് ചെയ്തിരുന്നു. നേരിട്ടും എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിരുന്നു താങ്ക് യു എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് നമ്മളെ ജിമെയിൽ ഐ ഡി, അതായത് എത്ര ജിമെയിൽ ഐ ഡി ഉണ്ടോ അത് ലീക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനായിരുന്നു, അല്ലെങ്കിൽ വെബ്സൈറ്റ് ആയിരുന്നു അത്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മളെ ജിമെയിൽ ഐ ഡി പാസ്വേഡ് ലീക്ക് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഉറപ്പായും ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് എങ്ങനെയെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. എത്ര പാസ്വേഡ് ലീക്ക് ആയാലും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ഏതൊക്കെ വെബ്സൈറ്റിലാണ് ആ പാസ്വേഡ് ലീക്ക് ആയത്. ലീക്ക് ആവാത്തവർക്ക് എന്തോന്ന് സിമ്പലാണ് അവിടെ കാണിക്കുന്നത്. ലീക്ക് ആയവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് അവസാനം വരെ കാണാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി ഈ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനലിൻ്റെ ബില്ലിലേക്കാണ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. ഇങ്ങനെയായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ടപ്പോൾ ഇടയിൽ കോൾ വന്നതാണ്. അത് ഏതോ ഒരു ഫാം കോളാണ്. അത് നമുക്ക് കാര്യമാക്കണ്ട. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ സെറ്റിങ്സാണ് ഓപ്പൺ ചെയ്യേണ്ടത്. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം എല്ലാ ഫോണുകളിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകും. പിന്നെ ചില ഫോണുകളിൽ വ്യത്യാസം ഉണ്ടാകുന്നേ ഉള്ളൂ. എന്നിട്ട് സെർച്ച് ബാർ എടുക്കുക. സെർച്ച് ബാർ ഇവിടെ ഞാനിപ്പോൾ പാസ്വേഡ് മാനേജർ എന്നാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ചില ഫോണുകളിൽ ഇതുപോലെ തന്നെ പാസ്വേഡ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ചില ഫോണുകളിൽ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ ഈ ഓപ്ഷൻ ലഭിക്കത്തുള്ളൂ. ഇപ്പോൾ എൻ്റെ ഫോണെന്ന് പറയുന്നത് വിവോ ആണ്. വിവോ ഫോണുകളിലും വിവോ OnePlus, ഓപ്പോ അങ്ങനത്തെ ഫോണുകളിലൊക്കെ ഈ സെയിം സെറ്റിങ്സ് തന്നെയായിരിക്കും. ചിലപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ആ ഫോണുകളിലൊക്കെ ഈ സെറ്റിങ്സുകൾ തന്നെയായിരിക്കും. എല്ലാ ഫോണിലും ഈ സെറ്റിങ്സ് ഉണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്യുക, സെർച്ച് ബാർ എടുത്തതിന് ശേഷം പാസ്വേഡ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്യുക. മറ്റൊരു രീതി കൂടിയും ഈ ഓപ്ഷനിലേക്ക് വളരെ എളുപ്പത്തിൽ പോകാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അങ്ങനെ എല്ലാവർക്കും ഈ ഓപ്ഷനിൽ പോയിട്ട് അവരുടെ പാസ്വേഡ് സേഫ് ആണോ ലീക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആദ്യത്തെ രീതിയാണിത്. പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചില ഫോണുകൾ പോകും. ഇപ്പോൾ ഞാൻ ഇവിടെ എനിക്ക് പാസ്വേഡ് മാനേജർ എന്ന് ടൈപ്പ് ചെയ്താൽ മാത്രമേ പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പാസ്വേഡ് മാനേജർ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി കിട്ടും. ഇവിടെ ചെക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോ കോംപ്രമൈസ്ഡ് പാസ്വേഡ് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടുത്തെ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നോ കോംപ്രമൈസ്ഡ് പാസ്വേഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ പാസ്വേഡ് നിലവിൽ ലീക്ക് ആയിട്ടില്ല എന്നുള്ള സത്യമാണ്. ഇവിടെ ടിക്കാണ് കാണിക്കുന്നത്. ഇനി ലീക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പാസ്വേഡ് ലീക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഒരു സംഖ്യ കാണിക്കുന്നതാണ്. എത്ര പാസ്വേഡാണ് ലീക്ക് ആയിട്ടുള്ളത് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ വെബ്സൈറ്റിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ആപ്പുകളിലാണ് ആ പാസ്വേഡ് ലീക്ക് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് നോ കോംപ്രമൈസ്ഡ് പാസ്വേഡ്സ് എന്നാണ് കാണിക്കുന്നത്. അതായത് എൻ്റെ പാസ്വേഡ് നിലവിൽ ഇതുവരെ ലീക്ക് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ എത്ര വെബ്സൈറ്റിലാണ് നിങ്ങളെ പാസ്വേഡ് ലീക്ക് ആയിട്ടുള്ളത്, ആ വെബ്സൈറ്റിൻ്റെ എണ്ണവും ഒന്നാണെങ്കിൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ എണ്ണവും അതിൽ ഏത് വെബ്സൈറ്റിലാണ് നിങ്ങളെ പാസ്വേഡ് ലീക്ക് ഉള്ളതെന്ന് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഇവിടെ ഒരു ജിമെയിൽ ID പാസ്വേഡ് ഇവിടെ എനിക്ക് ലീക്കായിട്ടില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ടിക്കാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു പാസ്വേഡും ലീക്ക് ആയിട്ടില്ല. അതാണ് ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തിനു ഉപയോഗിക്കുന്ന ഓപ്ഷനാണെന്ന് വളരെ കൃത്യമായി ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ ലീക്ക് ആയിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷനും അവിടെ താഴെ വരും. ലീക്ക് ആകാത്തവർക്ക് ഇതുപോലെ എന്തിനുള്ള ഓപ്ഷനാണെന്ന് കാണിക്കുകയുള്ളൂ. ലീക്കായിട്ടുള്ളവരാണെങ്കിൽ നിർബന്ധമായിട്ടും അങ്ങനെ ലീക്കായ വെബ്സൈറ്റിൻ്റെ ആയാലും അല്ലെങ്കിൽ അത് വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എനിക്ക് ലീക്കായിട്ടില്ല, എൻ്റെ പാസ്വേഡ് സേഫ് ആണ്. ഇനി ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ യുവർ പാസ്വേഡ്സ് ആർ റിക്വയർഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് അത്രയ്ക്ക് പേടിക്കേണ്ട ഓപ്ഷനല്ല, എന്നാലും പേടിക്കേണ്ട ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ, അതായത് ഞാനിപ്പോൾ ഒരു വെബ്സൈറ്റിൽ അതിൽ പാസ്വേഡ് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഗൂഗിളിൻ്റെ മറ്റൊരു വെബ്സൈറ്റ് എടുത്തിട്ട് അതേ പാസ്വേഡ് ഉപയോഗിച്ചാണ് ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ അതിൽ ലോഗിൻ ചെയ്തു. അങ്ങനെ ലോഗിൻ ചെയ്യുന്നവർക്ക്, അതായത് ഒരു പാസ്വേഡ് വെച്ച് ഒരുപാട് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൻ്റെ എണ്ണങ്ങളൊക്കെ അങ്ങനെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എണ്ണങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ എണ്ണങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾക്കിവിടെ ആരോ മാർക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ഉപയോഗിച്ച് ഏതെങ്കിലും വെബ്സൈറ്റ് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ പാസ്വേഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണ്. ഓക്കെ, അതാണ് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം 20 വീക്ക് പാസ്വേഡ്, അതായത് തീരെ ബലഹീനമായ പാസ്വേഡ് കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റോ ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ട ആ പാസ്വേഡ്, അങ്ങനെ വല്ല പാസ്വേഡ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷനാണ് ഈ താഴത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ എന്തിനു യൂസ് ചെയ്യുന്ന ഓപ്ഷനാണെന്ന് വളരെ വ്യക്തമായി ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ജിമെയിൽ പാസ്വേഡ് ലീക്കായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ആദ്യത്തെ ഓപ്ഷനിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ലീക്ക് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കാണിക്കുന്നത്. ലീക്ക് ആയെന്നുണ്ടെങ്കിൽ അത് എത്ര പാസ്വേഡിനാണ് ലീക്കായെങ്കിൽ ഇപ്പം ഒരു വെബ്സൈറ്റിലാണ് ലീക്കായെങ്കിൽ ഒന്നിൽ ലീക്കായി. അപ്പോൾ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് വെബ്സൈറ്റിലാണ് നിങ്ങളെ പാസ്വേഡ് ലീക്കായതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലത്തെ പാസ്വേഡ് നിങ്ങൾ ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷനാണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി തീരെ ബലഹീനമായ, അതായത് കുറച്ച് പാസ്വേഡ് മാത്രം കൊടുത്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യേണ്ട ഓപ്ഷനാണ് കാണിക്കുന്നത്. ഇത് മൂന്നും നിങ്ങൾക്ക് ടിക്കാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മാറ്റേണ്ട ആവശ്യമില്ല. വേറെ ഏതെങ്കിലും ഓറഞ്ച് ഓപ്ഷനൊക്കെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ടും മാറ്റണം. ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ
കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാതര ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം 2 ചാനൽ ബെല്ലേക്കാണ് അവിടെ കാണാൻ സാധിക്കുന്ന 2 ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ആളെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ കണ്ടുന്ന ഇതുപോലത്തെ ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ദിവസം നിങ്ങളെ ഫോണിൽ നോട്ടിഫിക്കേഷൻ എത്തും. പിന്നെ ഇത് അറിയുന്ന ആളാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ അറിഞ്ഞൂടാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇത് ഉപകാരമായി മാറും. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും മറുപടി തരുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ടിപ്സ് വീഡിയോയുമായി നോക്കുന്നതാണ്. കാണാൻ ആഗ്രഹിക്കും. ഗുഡ് ബൈ.